ഇപ്പോൾ നോർക്ക സിഇഒ അജിത് കൊളശ്ശേരി മലയാളം ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? എങ്ങനെയാണ് അവിടെയുള്ള ആളുകളൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്? പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനും ഇറാന് അമേരിക്ക മായിട്ടുള്ള ഒരു സംഘർഷം വർദ്ധിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് GCC ഉള്ള ധാരാളം മലയാളികളുണ്ട്. ഏകദേശം 2.5 ദശലക്ഷത്തിലധികം മലയാളികൾ ഈ 6 രാജ്യങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ മലയാളികൾ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവിടെ നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ കൺസേൺ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള യാത്ര, പ്രത്യേകിച്ച് ഗൾഫും രാജ്യങ്ങളും കേരളവുമായുള്ള എയർ ട്രാഫിക് ഇപ്പം സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നോർക്കയുടെ കോൾ സെൻറ്ററിൽ ചോദിക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞപ്പം, യുദ്ധവിവരം അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോൾ ഫ്രീ നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇൻ്റർനാഷണൽ ടോൾ ഫ്രീ മിസ്ഡ് കോൾ ഫെസിലിറ്റികൾ ഇപ്പം ലഭ്യമാണ്. അത് ഇപ്പം പ്രത്യേകിച്ച് അവിടെ ഒന്നും ഈ യാത്ര സംബന്ധിച്ച്, എസ്പെഷ്യലി എയർ ട്രാവൽ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ ഉള്ള ഇന്ത്യയുടെ മിഷൻസും എംബസികളും ട്രാവൽ അഡ്വൈസറികൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരോടും യാത്രകൾ ചെയ്യാതെ അവരവരുടെ സ്ഥലങ്ങളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുവാനാണ് ഇപ്പം ട്രാവൽ അഡ്വൈസറികൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അവരെ പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് നോർക്ക നടത്തുക? അല്ല, അത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റും വിദേശകാര്യ വകുപ്പുമാണ്. എങ്ങനെയൊരു സാഹചര്യം വരികയാണെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, നോർക്കയ്ക്ക് ലഭിച്ച വിവരങ്ങൾ വിദേശകാര്യ വകുപ്പിന് കൊടുക്കുകയും വിദേശകാര്യ വകുപ്പുമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ടും ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുകയാണ് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും സാഹചര്യം ഈ അപകടം അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളികൾക്ക് അപകടം പറ്റി അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അബുദാബിയിലും ബഹ്റൈനിലും മിസൈൽ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം തടഞ്ഞപ്പം അതിൻ്റെ പ്രൊജക്ടൈൽസോ ഡെബ്രീസോ കണ്ട് വീണ് ശബ്ദമുണ്ടായി എന്നൊക്കെ കേട്ടു. അല്ലാതെ ആശങ്കപ്പെടേണ്ടായ ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നോർക്ക റൂട്ട്സിന് ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഇത് സംബന്ധിച്ചിട്ട് നമ്മളുടെ മിഷനുകൾ, ഇപ്പം UAE മിഷൻ, അബുദാബിയിലെ ഇന്ത്യൻ എംബസി നൽകിയ ട്രാവൽ അഡ്വൈസറി, അതുപോലെ ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിലെ മിഷൻസ്, ഈ രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങളിലെ മിഷൻസ് നൽകുന്ന ട്രാവൽ അഡ്വൈസറീസ് നമുക്ക് ലഭ്യമാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ ഇറാനിലെ ആരും ഉള്ള ഇന്ത്യക്കാരോട് രാജ്യം വിട്ടു പോകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അവിടെ ഈ യുദ്ധം നടക്കുന്ന മേഖലയിലുള്ള മലയാളികളോടൊക്കെ എന്ത് നിർദ്ദേശമാണ് നോർക്ക ഇപ്പോൾ നൽകാനുള്ളത്? അല്ല, ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻസും നൽകുന്ന അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക ഇൻസ്ട്രക്ഷൻസും, പ്രാദേശികമായിട്ട് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചുകൊണ്ട് സുരക്ഷിതരായി തുടരണമെന്നാണ് അറിയിക്കുന്നത്. നോർക്കയുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറുകൾ 24 മണിക്കൂറിന് ലഭ്യമാണ് എന്നറിയിക്കും. അതിലേക്ക് അവർ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടോ? കുറച്ച് മുമ്പാണ് നമ്മൾ പുറത്തിറക്കിയത്. അതെ, അതിൽ കോൾസ് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമായിട്ടും വരുന്നത് എയർ ഓപ്പറേഷൻസ് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുക അങ്ങനെ വാർത്തകളൊന്നും നിലവിൽ ഇല്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള വാർത്തകളൊന്നുമില്ല. ആശങ്കപ്പെടേണ്ട വാർത്തകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും നോർക്ക നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഒപ്പം തന്നെ അവിടുത്തെ രാജ്യങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നോർക്ക CEO അജിത്ത് ഇപ്പോൾ മീഡിയ വണ്ണോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്.